ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ആടുജീവിതം മാർച്ച് 28-ന് തിയേറ്ററിലേക്ക്. ചിത്രത്തിന്റെ പ്രസ് മീറ്റ് മാർച്ച് 11 കൊച്ചിയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വെച്ച് നടന്നു. ഞാൻ ശ്രീ നജീബിനെ കാണുന്നല്ല, ആദ്യമായി സംസാരിക്കുന്നത് നമ്മുടെ സിനിമയുടെ അവസാനത്തെ ഷോട്ട് എടുത്ത് കഴിഞ്ഞ് ഞാൻ ക്യാമറയുടെ ബാക്കിൽ വന്നിട്ടാണ് അദ്ദേഹവുമായിട്ട് ഞാൻ ആദ്യമായി സംസാരിക്കുന്നത്. ആടുജീവിതത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഷോട്ട് എടുത്ത് അവസാനം ഫിലിം പാക്കപ്പ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് റിയൽ നജീബും ആദ്യമായി സംസാരിക്കുന്നത്. ആ സംസാരം, ആ കോൺവെർസേഷൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. അത് ഉടനെ റിലീസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യങ്ങൾ, ഞാൻ ആ കോൺവെർസേഷനിൽ നിങ്ങൾ കാണാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ പേഴ്സണലി സംസാരിക്കുമല്ലോ. അപ്പൊ അന്ന് നജീബൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ച 1-2 ചോദ്യങ്ങളുണ്ട്. ശരിക്കും ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്തത് അതായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എത്ര കാര്യങ്ങൾ അറിയോ, അയ്യോ അത് അങ്ങനെ കറക്റ്റാന്ന് എന്നോട് പറഞ്ഞത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ കാര്യമാണ്. അപ്പൊ അത് ഓഫ് കോഴ്സ് ബ്ലെസ്. അപ്പൊ എനിക്കത് എന്റെ ക്രെഡിറ്റ് അല്ല കേട്ടോ. അപ്പൊ അതായത് ബ്ലെസ് ചേട്ടൻ ഇമാജിൻ ചെയ്ത നജീബ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ സമയത്ത് അനുഭവിച്ച യാതനകളും ആക്ച്വലി അത്രയും സിമിലർ ആയിരുന്നു എന്ന് പറയുന്നത് അത് ഫിൽം മേക്കറിന്റെ ക്രെഡിറ്റ് ആണ്. പക്ഷെ ഇത് ആക്ച്വലി വളരെ കൗതുകമുള്ളൊരു കാര്യമാണ്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും കാണാമായിരുന്നു, എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാമായിരുന്നു. ഈസിലി ആക്സസബിൾ ആണ് അദ്ദേഹം. ബെനിച്ചേട്ടന്റെ അടുത്ത സുഹൃത്താണ്, ബ്ലെസ് ചേട്ടന്റെ സുഹൃത്താണ്, ഇപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. പക്ഷെ ആദ്യമായി ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് ലാസ്റ്റ് ഷോട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. തന്മാത്ര, ഭ്രമരം, പളുങ്ക്, കാഴ്ച, പ്രണയം, കളിമണ്ണ് തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനായ ബ്ലെസ്സിയുടെ നീണ്ട 16 വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമാണ് ആടുജീവിതം എന്ന സർവൈവൽ സിനിമ. ആലപ്പുഴയിലെ ആറാട്ടുപുഴയിൽ നിന്നും സൗദി അറേബ്യയിലെത്തി അവിടെ ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു പോയ നജീബ് എന്ന യുവാവിൻ്റെ കഥയാണ് ആടുജീവിതം. ബെന്നി ഡാനിയൽ എന്ന ബെന്യാൻ 2008-ൽ എഴുതിയ ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ബ്ലെസ്സി ഈ ചിത്രം ഒരുക്കുന്നത്. പൃഥ്വിരാജും അമല പോളുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. AR റഹ്മാനാണ് ചിത്രത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ട്രെയിലർ ഇതിനോടകം വൈറലായിട്ടുണ്ട്. ട്രെയിലറിൽ 5 സെക്കൻഡ് മാത്രം കാണിച്ച ഒട്ടകത്തിൻ്റെ കണ്ണുകൾ ഷൂട്ട് ചെയ്യാൻ 10 ദിവസത്തോളം എടുത്തു എന്ന് പറഞ്ഞ പൃഥ്വിരാജ്, ബ്ലെസ്സി ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫേർട്ട് ഒരിക്കലും ആർക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന് പ്രസ് മീറ്റിൽ കൂട്ടിച്ചേർത്തു.